കാൽനൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ ഭരണം തിരിച്ചുപിടിച്ച് BJP. 3-2 ഭൂരിപക്ഷത്തോടെയാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. തുടർച്ചയായ 3-ാം തവണയും കോൺഗ്രസ് രാജ്യതലസ്ഥാനത്ത് സംപൂജ്യർ. ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ അവരുടെ മുൻനിര നേതാക്കളെല്ലാം പരാജയം ഏറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടായിരിക്കുകയാണ്. ഗൗതം അനന്തനാരായണൻ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, ആപ്പിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് 27 വർഷത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള BJPയുടെ കടന്നുവരവ്. എങ്ങനെ വിലയിരുത്താം ഈ നിമിഷങ്ങളെ? നീലിമ, തീർത്തും ആധികാരികമായ വിജയമാണ് ഡൽഹിയുടെ മണ്ണിൽ 27 വർഷങ്ങൾക്ക് ശേഷം BJP നേടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 48 സീറ്റിൽ BJP ലീഡ് ചെയ്യുകയും 22 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുകയും ചെയ്തിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഭരണ തുടർച്ചയുണ്ടായില്ല, അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നതിലുപരി ആം ആദ്മി രാഷ്ട്രീയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള കനത്ത പ്രഹരം ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം. പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ 2 പരാജയം, ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെതാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയോട് 1200 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവും ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ പർവേഷ് വർമ്മയ്ക്കായിരുന്നു ലീഡ്. പിന്നീട് ഇടയ്ക്കൊരു ഘട്ടത്തിൽ 250 വോട്ടിൻ്റെ വരെ ലീഡ് അരവിന്ദ് കെജ്രിവാൾ നേടിയെങ്കിലും അവസാന റൗണ്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പർവേഷ് വർമ്മ 1200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മലർത്തി അടിക്കുകയായിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ പരാജയം ജനക്പുരയിൽ മനീഷ് സിസോദിയുടേതാണ്. ഡൽഹിയുടെ മുൻ ഉപമുഖ്യമന്ത്രിയും AAPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. മനീഷ് സിസോദിയ 600 വോട്ടുകൾക്കാണ് BJPയുടെ ദേശീയ നേതാവായിട്ടുള്ള ആശിഷ് സൂഡിനോട് പരാജയപ്പെട്ടത്. ആശിഷ് സൂഡ് നിലവിൽ ജമ്മു കാശ്മീരിൻ്റെ BJP പ്രഭാരി കൂടിയാണ്. അദ്ദേഹം ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയ ആശിഷ് സൂഡിനോടാണ് മനീഷ് സിസോദിയ പരാജയപ്പെട്ടിരിക്കുന്നത്. സത്യേന്ദ്ര ജെയിനും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ചയുണ്ടായില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രമുഖ നേതാക്കൾ ഒന്നടങ്കം ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. 48 സീറ്റിലേക്ക് BJP എത്തുകയും 22 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തവണയും വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു സീറ്റിൽ പോലും വിജയിച്ചിട്ടില്ല. എല്ലാ സീറ്റുകളിലും സമ്പൂർണ്ണ പരാജയമാണ്. മിക്ക സീറ്റുകളിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്.